ദില്ലിയിൽ രാജ്യതലസ്ഥാനത്ത് വെടിവയ്പിൽ ഒരു മരണം. 52-കാരനായ സുനിൽ ജെയിൻ എന്നയാളാണ് കൊല്ലപ്പെട്ടത്. ഫാഷ് ബസാർ മേഖലയിലാണ് സംഭവം ഉണ്ടായത്. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വെടിവെക്കുകയായിരുന്നു. സിബി ചേരുകയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി. സിബി, രാജ്യതലസ്ഥാനം ഒരു അരക്ഷിതാവസ്ഥയിലാണ്. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു സിനിമാ തിയേറ്ററിന് സമീപം സ്ഫോടനം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ഇതാ പരസ്യമായ ഒരു മാർക്കറ്റിന് സമീപം വെടിവയ്പ് ഉണ്ടാകുന്നു. എന്താണ് സംഭവിച്ചത്? മനു, ഇന്നിപ്പോൾ രാവിലെ 8:30 ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വെടിവെക്കുകയായിരുന്നു. 52-കാരനായ സുനിൽ ജെയിൻ എന്നയാളാണ് കൊല്ലപ്പെട്ടത്. ഹാഷ് ബസ് മേഖലയിലാണ് ഈ ഒരു സംഭവം. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വെടിയുതിർത്തു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഷഹദാര DCP പ്രശാന്ത് ഗൗതം പറയുന്നതനുസരിച്ച് 4 തവണ ഇയാൾക്ക് വെടിയേറ്റു. ഇയാൾ കോക്കറി ഷോപ്പ് ഉടമയാണ്. ഇയാൾക്ക് മറ്റു ഭീഷണിയൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് വീട്ടുകാർ പറയുന്നതെന്നുള്ള വിവരം കൂടി പോലീസ് പറയുന്നുണ്ട്. യമുന സ്പോർട്സ് കോംപ്ലക്സിനടുത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഏതായാലും സ്കൂട്ടറിലേക്ക് ഇയാൾ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് 2 യുവാക്കൾ ഇത്തരത്തിൽ ബൈക്കിൽ എത്തുകയും വെടിതീർക്കുകയും ഈ കൊലപാതകികളെ വെടിവെച്ചവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ, ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ പോലീസിന്? ഇതിന് CCTV ദൃശ്യങ്ങളടക്കമെല്ലാം തന്നെയും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഈ ഒരു സംഭവത്തിൽ ആം ആദ്മി പാർട്ടി അടക്കം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ക്രൈം ക്യാപിറ്റലായി ദില്ലി മാറി എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസവും പാർലമെന്റിലടക്കമെല്ലാം തന്നെയും ദില്ലിയിലെ ക്രമസമാധാന നില തകർന്നുവെന്ന് ആം ആദ്മി വലിയ രീതിയിൽ രൂക്ഷമായി വിമർശനം ഉയർത്തിയിരുന്നു. മാത്രമല്ല ഈ വെടിവെപ്പ് സംഭവമെല്ലാം തന്നെയും പലപ്പോഴും ആവർത്തിക്കുകയും പലയിടത്തും സ്ഫോടനം ഉണ്ടാകുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ട്. അതിനും ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നത്തെ വെടിവെപ്പിനെ നമുക്ക് വളരെ ചെറിയ സംഭവമായി ലഘൂകരിക്കാൻ കഴിയില്ല. പലപ്പോഴും ദില്ലിയിൽ പട്ടാപ്പകൽ ഇത്തരത്തിൽ വെടിവെപ്പ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരു 52-കാരനായ ഒരു കോക്കറി ഷോപ്പ് ഉടമയാണ് പട്ടാപ്പകൽ ദില്ലിയിൽ രാവിലെ 8:30 വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. മനു, ശരി, സിബിയാണ് വിവരങ്ങൾ നൽകിയത്. ദില്ലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം രാജ്യതലസ്ഥാനമാണ്. അവിടെ ക്രമസമാധാന പാലനം കേന്ദ്ര സർക്കാരിന്റെ ചുമതലയാണ്. അമിത്ഷായുടെ ചുമതലയിലാണ് അവിടെ ക്രമസമാധാന പാലനമുള്ളത്. അവിടെയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യതലസ്ഥാനത്താണ് ഇപ്പോൾ രാവിലെ പട്ടാപ്പകൽ പുലർച്ചെ 8:30 ഒരാൾ വെടിയേറ്റ് മാർക്കറ്റിൽ വെച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നത്. രണ്ടംഗ സംഘമാണ് വെടിവെച്ചത്. ഈ വെടിവെച്ചവരെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ക്രമസമാധാന നില തകർന്നു രാജ്യതലസ്ഥാനത്ത് എന്ന വലിയ ആക്ഷേപമാണ് അവിടെ ആം ആദ്മി അടക്കം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളാണ് സിബി നൽകിയത്.